ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഉത്തരരാമായണം കിളിപ്പാട്ട്, 2-ാമത്തെ അധ്യായം. അന്നവും പാലും പഴവും തരുവൻ ഞാൻ എന്നോടു ചൊല്ലുക ശേഷം കഥാമൃതം എന്നതു കേട്ടു പറഞ്ഞു കിളിമകൾ ഇന്നും ചുരുക്കി പറയുന്നതുണ്ടു ഞാൻ. മിന്നൽ പോലെ ശരജാലം തെരുതരെ ചെന്നു നിശാചരന്മാർ ശരീരങ്ങളിൽ കൊണ്ടു പുറപ്പെട്ടു ഭൂമിയും ഭേദിച്ചു കൊണ്ടത് കൈവിട്ടു പൊക്കിയതു പാതാളം. ആയുധവാഹന ഭൂഷണ ജാലങ്ങൾ സായക ഭക്തികൾ കൊണ്ടു നുറുങ്ങിയും കൈകാൽ കഴുത്തുകളറ്റു നിശാചരർ മൈകളിൽ നിന്നുയർ വേർപെട്ടു വീഴുകയും യുദ്ധാങ്കണവും നിറഞ്ഞു ശരങ്ങളാൽ എത്രയും ചിത്രമായി വന്നിതു യുദ്ധവും. പങ്കജനേത്രനും അപ്പോൾ അടുത്തുടൻ ശംഖം ഭയങ്കരമായി വിളിച്ചിടിനാൻ. ദാരുണമാകിയ ശംഖധ്വനി കേട്ടു പാരിടമൊന്നു കുലുങ്ങി ഗിരികളും വാരണവാജി നിശാചര വീരരും പാരം വിറച്ചു മോഹിച്ചു വീണിടിനാർ. ശംഖധ്വനി കേട്ടു വസ്ത്രങ്ങൾ കൊണ്ടു മാതംഗം കലർന്നു നിശാചര വീരരും മണ്ടി അതീവ ഭയത്തോടകന്നിതു കണ്ടു സുമാലി കോപിച്ചടുത്തിടിനാൻ. അസ്ത്രാവലികൾ തൂകിടിനാൻ. അന്നേരം എത്രയും ഘോരമായി വന്നിതു യുദ്ധവും. കോലാഹലത്തോടുകൂടെ തുടർന്നുടൻ മാലിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിടിനാൻ. ചിൽപുരുഷൻ പുരുഷോത്തമൻ അന്നേരം കേൾപ്പേറെയുള്ള സുമാലിതൻ സൂതനെ കൊന്നതു കണ്ടടുത്തിടിനാൻ മാലിയും. അന്നേരം ആശു മുകുന്ദൻ തിരുവടി തേരും കളഞ്ഞു വില്ലും മുറിച്ചിടിനാൻ. പാരതിൽ ചാടിനാൻ മാലികതയുമായി രൂക്ഷതയോടും ഗരുഡനെ താടിച്ചാൻ. ദാക്ഷ്യൻ തളർന്നു ചുഴന്നു പറന്നിതു മാലിയുടെ ഗളനാളം. അപ്പോൾ വനമാലി ചക്രേണ ഖണ്ഡിച്ചു കളഞ്ഞിതു. താപസ നിർജ്ജര ചാരണരാദികൾ താപമകന്നു മുകുന്ദനെ വാഴ്ത്തിനാർ. ആർത്തി മുഴുത്തു ശരങ്ങൾ കൊണ്ടേറ്റവും ഭിത്യ നിശാചരർ ഓടുന്നതു നേരം. പിമ്പെ തുടർന്നടുസ്തത്രാവലി തൂകി വമ്പുള്ള രാക്ഷസ വീരരെയൊക്കവേ കൊല്ലുന്നതു കണ്ട നേരത്തു മല്യവാൻ ചൊല്ലിനാൻ ഇത്തൊഴിൽ ധർമ്മമല്ലേതുമേ. പേടി പെരുത്തു നിരായുധന്മാരുമായി ഓടുന്നവരെ വധിച്ചാലതുമൂലം വന്നുകൂടിയിടും നരകമെന്നുള്ളതും നിന്നുള്ളിലില്ലയോ ധർമ്മജ്ഞനല്ലോ നീ. അത്യർത്ഥമുള്ള യുദ്ധശ്രദ്ധ തീർപ്പതിനത്രൈവ ഞാനിതാ മുന്നിട്ടു നിൽക്കുന്നു. ഇത്തം പറഞ്ഞൊരു വേൽ കൊണ്ടു ചാട്ടിനാൻ ഉത്തമ പുരുഷ വക്ഷസി രാക്ഷസൻ. പുഷ്കരാക്ഷൻ വേൽ പറിച്ചതിനെ കൊണ്ടു രക്ഷോവരന്മാരിലാശു ചാട്ടിയിടിനാൻ. വേലതു കൊണ്ടു തളർന്നാശ്വസിച്ചവൻ ശൂലമെടുത്തു വേഗേന ചാട്ടിയിടിനാൻ. പെട്ടെന്നടുത്തു പുരുഷോത്തമോരസി മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചനന്തരം പക്ഷിപ്രവരനെയും പ്രഹരിച്ചൊരു രക്ഷപ്രവരനെ വാഴ്ത്തിനാരേവരും. താക്ഷ്യനും തന്നുടെ പക്ഷപുടങ്ങളാൽ വായിക്കുന്ന വാദവേഗത്താൽ നിശാചരും ദൂരത്തെറിച്ചു വീഴ്ത്തിനാൻ. അന്നേരം പാരിൽ പരന്നിതു ചോരപ്രവാഹവും. അഗ്രജൻ വീണതു കണ്ടു സുമാലിയും വ്യഗ്രിച്ചു ശേഷിച്ച രക്ഷോഗണവുമായി വേഗേന പോയാൻ. അതു കണ്ടു മാല്യവാൻ ശോകേന സോദരൻ തന്നോടുകൂടവേ ലങ്കയിൽ ചെന്നു ദുഃഖിച്ചു മരുവിനാൻ. പങ്കജലോചനൻ പിന്നെയും നക്തഞ്ചരവരരോടു പോർ ചെയ്തിതു. ശക്തിയില്ലെന്നോ ഭയപ്പെട്ടവർകളും ചെന്നു പാതാളവും പുക്കു വസിച്ചിതു. വന്നിതു സൗഖ്യം ജനവാസികൾക്കെല്ലാം. ഇപ്പോൾ ദശമുഖൻ തന്നെ വധിച്ചതും ചിൽപ്പുമാനായ നാരായണൻ നീ തന്നെ. ഇങ്ങനെ ചെന്നു പാതാളെ നിശാചരൻ തങ്ങൾക്കുള്ള വല്ലഭമാരുമായി സന്തുഷ്ടരായി പലകാലം വസിച്ചിതു. ചിന്തിച്ചിതേകഥാ തത്ര സുമാലിയും എന്തൊരു വൃത്താന്തമുള്ളൂ ധരണിയിൽ ബന്ധുക്കളാരാനുമുണ്ടോ നമുക്കെന്നു അന്വേഷണം ചെയ്തറിയണമെന്നോർത്തു. തന്നെ പുത്രിയാം കൈകസി തന്നോടും ഭൂമണ്ഡലം തന്നിലെങ്ങും നടന്നുടൻ ആമോദമാർന്നിരുന്നിടും ദശാന്തരെ.
സിദ്ധദേവാപ്സരോ ഗന്ധർവ കിന്നര പ്രസ്തുതനാകിയ വൈശ്രവണൻ തഥാ ലങ്കയിൽ നിന്നു പുറപ്പെട്ടു ഭൂഷണാലങ്കാരമോടു പിതാവിനെ വന്ദിപ്പാൻ പുഷ്പകമേറി വേഗേന പോകും നേരം അത്ഭുതമമ്മാറു കണ്ടു സുമാലിയും ചെന്നു നിജാലയെ വാഴും വിധോ മുധാ ചൊന്നാൻ മകളോടു സാദരമന്നേരം എന്നുടെ പുത്രിയായൊരു നിനക്കെന്നു വന്നിതു യൗവനം ബാല്യം കഴിഞ്ഞിതു നിന്നെ വിവാഹം കഴിപ്പാൻ ഉപായവും ഒന്നുമേ കണ്ടില്ല ബന്ധുക്കളായവർ ആരും പരിഗ്രഹിച്ചിടുകയില്ലല്ലോ വൈരീജനങ്ങളെ ശങ്കിപ്പതുമൂലം കല്യാണവും കഴിച്ചാത്മാനുരൂപനാം വല്ലവൻ തന്നോടുകൂടെ സുഖിച്ചു നീ നിത്യം വസിക്കുന്നതാഹന്ത കാണാഞ്ഞു ചിത്തെ മുഴുത്തൊരു സന്താപമുണ്ടുമേ കണ്ടീലയോ വൈശ്രവണൻ പിതാവിനെ കണ്ടു വന്ദിപ്പാൻ ഗമിക്കുന്നതാശു നീ ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ ഈ വണ്ണം തത്സമനായൊരു പുത്രനുണ്ടായി വരും പൗലസ്ത്യനാകിയ വിശ്വസം മുനി കാലത്തു സേവിക്ക നീ ഇനി നന്ദനെ ത്രൈലോക്യ സമ്മതനായൊരു നന്ദനൻ പൗലസ്ത്യപുത്രനായുണ്ടായി വരുമെന്നാൽ ഇത്തം സുമാലി പറഞ്ഞോരനന്തരം ചിത്തമോദേന തപോവനം പ്രാപിച്ചാൾ. രാവണാദികളുടെ ഉത്ഭവം. വിശ്രുതനായ പുലസ്ത്യതനയനാം വിഷവസാമുനി മുഖ്യം ഉപാസിച്ചു ചിത്തശുദ്ധ്യ പലനാൾ ചെന്നനന്തരം നിത്യകർമ്മം കഴിപ്പാൻ മുനിപുങ്കവൻ അസ്തമയ സമയത്തിങ്കൽ ഏകദാ ഭക്തിപൂർവം സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ സന്താനമാശു ദേഹീതി ദേഹീതി എന്നന്തർമുദാ വരിച്ചിടിനാൾ കൈകസി ചിന്തിച്ചു താപസശ്രേഷ്ഠനരുൾ ചെയ്തു ഹന്തകഷ്ടം തവ നിർബന്ധമീദൃശം ദാരുണമായൊരു വേള ഇപ്പോഴതു കാരണമുണ്ടാം പ്രജകളും എത്രയും ക്രൂരമതികളാം ദുഷ്ടരായേവരു ഘോരമായൊരു സന്ധ്യാവേള കാരണാൽ എന്നതു കേട്ടു പറഞ്ഞിതു കൈകസി നന്നതരുൾ ചെയ്തിതിങ്ങനെ പുഷ്ടതപോമലമുള്ള ഭവാൻ തനിക്കിഷ്ടരായുണ്ടായി വരുന്ന തനയന്മാർ ദുഷ്ടരായി വന്നാലതു നിന്തിരുവടിക്കൊട്ടുമേ കീർത്തിക്കു പോരാതവോ നിതേ എന്നതു കേട്ടരുൾ ചെയ്തു തപോധനൻ നിന്നിതു കേട്ടുകൊൾകുത്തമേ കൈകസി ഉണ്ടാം നിനക്കൊടുക്കത്തൊരു നന്ദനൻ കൊണ്ട വർണ്ണനോ മതിപ്രിയനാമവൻ ദീർഘാവലോകനമുള്ള ഗുണാലയൻ ദീർഘായുഷ്മാനായി വരുമെന്നു നിർണയം ഇത്തം അനുഗ്രഹം നൽകി മുനീന്ദ്രനും ബദ്ധമോദേന പോയാൾ അവൾ കൈകസി ഗർഭവും പൂർണ്ണമായി വന്നോരനന്തരം മർഭകൻ തന്നെയും പെറ്റാൾ നിശാചരി 10 തലയും 20 കൈകളും എത്രയും ഭീഷണനായി പിറന്നാനവൻ കൊണ്ടൽ നിറം പൂണ്ട നീലശൈലം പോലെ രണ്ടാമതും ഉടനുണ്ടായി ധന്യനും മൂന്നാമതുണ്ടായതും ഒരു രാക്ഷസി ചാർന്നു ചേർന്നുള്ളവരും തെളിഞ്ഞിടിനാർ പിന്നെ നാലാമതുണ്ടായാൻ ഒരു പുമാൻ ധന്യനായി ഭാഗവതോത്തമനായടോ നാമം ദശമുഖനും കുംഭകർണനും ശ്രീമാൻ വിഭീഷണനെന്നും വിളിച്ചിതു താതനും ശൂർപ്പണകേതി ഭഗിനിക്കോ പ്രീതി പൂണ്ടിയിടിനാൾ കൈകസിയും തഥാ മക്കളോടും കൂടി ശ്ലേഷ്മോദകാടവി പുക്കു സുഖേന വാണിയിടും ദശാന്തരെ പുഷ്കരമാർഗേണ പുഷ്പകത്തിന്മേലെ ദിക്കുകളൊക്കെ വിളങ്ങുമാറങ്ങനെ രാജിതനാകിയ താതനെ വന്ദിപ്പാൻ രാജരാജൻ മുത പോകുന്നതു നേരം കണ്ടു ചൊന്നാൾ മകൻ തന്നോടു കൈകസി കണ്ടു തവാഗ്രജൻ പോകുന്ന കൂപ്പുനീ എന്നോ നിനക്കും ഇവനും ഒരു മുനി തന്നെ പിതാവതു കൊണ്ടെന്തൊരു ഫലം. രാവണാദികളുടെ തപസ്. എന്നോ ജനനി പറഞ്ഞതു കേട്ടുടൻ ചൊന്നാൻ ദശമുഖൻ അമ്മേ ധരിക്ക നീ ഇന്നിവൻ തന്നിലും ഏറ്റമധീകനായി വന്നുകൂടും ഞാൻ അതിനില്ല സംശയം എല്ലാം തപോബലം കൊണ്ടേ മനോരഥമെല്ലാവനും സാധ്യമായി വരൂ നിർണയം എന്നു കൽപ്പിച്ചു സഹോദരന്മാരുമാ ചെന്നു ഗോകർണം പ്രവേശിച്ചു മൂവരും സാരസ സംഭവൻ തന്നെ നിനച്ചതീഘോരമായുള്ള തപസ്സോ തുടങ്ങിനാർ പഞ്ചദ്വയാനനൻ ഗ്രീഷ്മകാലത്തിങ്കൽ പഞ്ചാഗ്നി മധ്യസ്ഥനായ ഏകനിഷ്ഠയ ശീതകാലത്തിങ്കലാകണ്ഡമഗ്നനായി മേധുരവൃഷ്ടികാലേ നനഞ്ഞും മുത സൂര്യബിംബേ നിജ നേത്രമുറപ്പിച്ചു ധൈര്യേണ കുംഭകർണൻ മരുവീടിനാൻ
ബ്രഹ്മസ്വരൂപവും ധ്യാനിച്ചു സന്തതം നിർമ്മലനായ വിഭീഷണൻ മേവിനാൻ. അങ്ങനെ ചെന്നു 10,000 വിധാതാവിനെ കണ്ടതില്ലല്ലോ. അന്നു ദശാനനൻ തൻ്റെ തലകളിൽ ഒന്നറുത്തഗ്നിയിൽ ആഹൂതിയാക്കിനാൻ. 1000 പാർത്തിയിടിനാൻ. ഇങ്ങനെ നായകനായ ദാതാവിനെ കാണാഞ്ഞു. വന്യയിൽ ആഹൂതി ചെയ്താൻ ഒരു തല, പിന്നെയും 1000 പാർത്തിയിടിനാൻ. 9,000 തല 9 ഹോമിച്ചു പാർത്താൻ ദശാനനൻ. 19,000 ചെന്നളവുത്തമാങ്കും പിന്നെയൊന്നുള്ളതും അവൻ ഗണ്ഡിപ്പതിന്നു വാളൂങ്ങിയ നേരമാകണ്ഡലാദ്യന്മാരുമായ അബ്ജസംഭവൻ. സംഭ്രമത്തോടും ദശാനനൻ തന്നെ മുന്നിലമ്മാറെഴുന്നള്ളി അരുൾ ചെയ്തു: വീര മതിമതി സാഹസമിങ്ങനെ പോരും അഭിമതം ചൊല്ലു ഞാൻ നൽകുവൻ. എന്നരുൾ ചെയ്ത വിരിഞ്ചനെ വന്ദിച്ചു ചൊന്നാൻ ദശമുഖൻ തന്നെ വാഞ്ചിതം: ദേവഗന്ധർവാസുരോരകാദ്യന്മാരിൽ ഏവരാലും ഞാൻ അവധ്യനായിടണം എന്നു വേണ്ട. നരന്മാരാൽ ഒഴിഞ്ഞെനിക്കന്യരാൾ മൃത്യു വരാതെയിരിക്കണം. എല്ലാം നിനക്കൊത്തവണ്ണം വരികെന്നു ചൊല്ലി വിരവോടു കുംഭകർണാന്തികെ ചെന്നു വരം കൊടുപ്പാൻ തുടങ്ങും വിധോ നന്നായി തൊഴുതപേക്ഷിച്ചിതു ദേവകൾ. വൃന്ദാരകാനുചരന്മാരെ ഒന്നിച്ചു പത്തിനെ തിന്നാനൊരു ദിനം. ദേവാംഗനമാരിൽ 7 പേരെ തിന്നാനാവോളമോർത്തു വേണം വരം നൽകുവാൻ. വാനവർ വാക്കുകൾ കേട്ടു വിരിഞ്ചനും വാണി ഭഗവതിയോടരുൾ ചെയ്തിതു: കുംഭകർണൻ നാവിനഗ്രേ വസിച്ചു നീ സംഭ്രാന്തി വാക്കിനുണ്ടാക്കി ചമയ്ക്കണം. എന്ന നേരം കുംഭകർണ ജിഹ്വാഞ്ജലേ ചെന്നു പൂക്കിയിടിനാൾ വാണിയും ദക്ഷനെ. കുംഭകർണൻ തന്നോടന്നേരമാതരാൾ അംബോജ സംഭവൻ താനും അരുൾ ചെയ്തു: എന്തഭീഷ്ടം തവ ചൊൽകെന്നതു കേട്ടു വന്ദിച്ചു കുംഭകർണൻ പറഞ്ഞിടിനാൻ: നിദ്രത്വമാശു നൽകേണം അടിയനു വിദ്രുതം മറ്റൊന്നു വേണ്ടിയില്ല ദൈവമേ. അങ്ങനെ തന്നെ വരികെന്നരുൾ ചെയ്തു മംഗലാത്മാവാം വിഭീഷണൻ തന്നെ സന്നിധോ ചെന്ന നേരം ഭക്തിപൂർവകം സംപ്രീതി പൂണ്ടു നമസ്കരിച്ചിടിനാൻ. ഭക്തിവിശ്വാസ ഗുണഗണം കാൺകയാൾ പങ്കജ സംഭവനേവമരുൾ ചെയ്തു: വീണ്ടും വരം ഞാൻ തരുവൻ പറക നീ, വേണ്ട വിഷാദവും ഒന്നിനും മാനസേ. സന്തുഷ്ടനാം നിന്തിരുവടി തന്നെയെന്നന്തികെ കാണായ മൂലം അടിയനു വന്നിതു വേണ്ടുന്നതൊക്കവേ കേവലം. വന്ദേ പദാംബുജം പിന്നെയും പിന്നെയും എന്നും ഒരു വരം നൽകേണമാതരാൾ എന്നുമേ ധർമ്മസ്ഥിതി പിഴയായികയും ശ്രീപാദഭക്തി കിളക്കമില്ലായകയും പാപകർമ്മങ്ങളിൽ വൈമുഖ്യഭാവവും ഏവം ഭവിപ്പാൻ അനുഗ്രഹം നൽകണം ദേവദേവേശ. നമസ്കാരമെപ്പോഴും. എങ്കിൽ അനേകനാൾ ജീവിച്ചിരിക്ക നീ, സങ്കടമാരാലും ഉണ്ടായി വരാതവ. ഭാഗവതോത്തമനായി ധരാമണ്ഡലേ വാഴ്ക നീ കൽപ്പാവസാന കാലത്തോളം എന്നരുൾ ചെയ്തെഴുന്നള്ളി വിരിഞ്ചനും വന്നിതു കുംഭകർണൻ ആശുനിദ്രയും. സിദ്ധസങ്കൽപ്പന്മാരായവർ മൂവരും ബദ്ധമോദേന ഭൂഷേഷ്മോദകവനെ ബന്ധുക്കളോടും ജനനിയോടും ചേർന്നു സന്തുഷ്ടരായി വസിച്ചിടും ദശാന്തരെ. വൃത്താന്തമെല്ലാം അറിഞ്ഞു സുമാലിതൻ പുത്രരോടും കൂടി വന്നാനതുകാലം. താതനും ഭ്രാതാക്കളും തനയന്മാരും ആദരവേറിയ ബന്ധുജനങ്ങളും കൂടെ സുഖിച്ചു വസിച്ചിതു കൈകസി ഗാഠമോദേന തൽക്കാലമൊരു ദിനം. ചൊന്നാൻ പ്രഹസ്തൻ അവസ്ഥകളൊക്കവേ നന്നായി ജവിതെന്നു കേട്ടാലുമെങ്കിലോ മുന്നം അതിഥിയും പിന്നെ ദിതിയെന്നും തന്നിമാർ കാശ്യപ പത്നിമാരായി വന്നാർ. ആതിഥേയന്മാർ തദൈവ ദൈത്യന്മാരും ആദികാലി തനയന്മാരുമുണ്ടായാർ. ലോകത്രയം അടക്കേണം നമുക്കെന്നൊരാകാംക്ഷ 2 ജനങ്ങൾക്കുമുണ്ടല്ലോ. തങ്ങളിൽ വൈരവും വർദ്ധിച്ചതുമൂലം സങ്കരമെത്രയും ഘോരമായുണ്ടായി. ദേവകൾ പക്ഷത്തിൽ നിന്നു മഹാവിഷ്ണു ദേവാരികളെ വധിച്ചാനതുകാലം. ശേഷിച്ച അസുരകൾ നാഗലോകേഷു സന്താപിച്ചിരിക്കുന്നതെന്നും അറിയുക നീ. മുന്നം നമുക്കു കലാലയമായതു വിണ്ണോർ പുരിക്കൊത്തലങ്കാപുരമടോ. മാല്യവാണ്ടാനും സുമാലിയും മാലിയും ബാല്യകാലി വാണിരുന്നിതു ലങ്കയിൽ.
നാരായണൻ അവിടുന്നു കളഞ്ഞതു കാരണം ലങ്ക ഉപേക്ഷിച്ചുപോയ നാൾ താതൻ നിജസുതനാം വൈശ്രവണനു മോതാലിരിപ്പതിനായി കൊടുത്തേടിനാൻ. ഇക്കാലമഗ്രജൻ വാഴുന്നു ലങ്കയിൽ ഇക്കഥയൊന്നും അറിഞ്ഞില്ലയോ ഭവാൻ. ഇത്തം പ്രഹസ്തവാക്യം കേട്ടനന്തരം സത്വരം ചൊല്ലിയിടിനാൻ ദശകന്ധരൻ. നീ ചെന്നനുസരിച്ചാശു ചൊല്ലിയിടണം ആശരവംശാലയം ലങ്കയായതോ. ആചാരമോർത്തതൊഴിച്ചു തന്നിടണം ആശു ഭവാൻ ഗുണവാനല്ലോ കേവലം എന്നു നീ ചെന്നു ചൊന്നാൽ അതിനുത്തരം നിന്നോടു ചൊല്ലുന്നതും കേട്ടുകൊണ്ടുവാ. ഇത്തം ദശാസ്യവാക്യം കേട്ടനന്തരം സത്വരം പോയാൻ പ്രഹസ്തനുമന്നേരം. കിന്നരേശൻ തന്നെ കണ്ടു ചൊല്ലിയിടിനാൻ എന്നു തവാനുജനായ ദശാനനൻ. തന്നോടെ ചൊല്ലിനാൾ വന്നതിപ്പോളഹം പുണ്യജനേശ്വരനായ ഭവാനോടു. കർണേ പറകെന്നു ചൊല്ലി വിട്ടിടിനാൻ നക്തഞ്ചരന്മാർക്കു പണ്ടു പണ്ടേയുള്ള പത്തനമായതു ലങ്കാപുരമടോ. ഇത്ര നാളും ഭവാൻ പാലിച്ചതും പുനരെത്രയുമേറ്റം തെളിഞ്ഞിതെല്ലാവർക്കും. ഇന്നു ഒരു കാലം ഇളുകയില്ലവരെന്നോർത്തിരുന്നു പോകേണ്ട ഗുണാംബുദേ. ഇത്തം പ്രസ്തോക്തി കേട്ടു ധനേശനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ. താതൻ എനിക്കിരിപ്പാനിവിടം തന്നിതേതുമതുകൊണ്ടു വൈഷമ്യമില്ലകൾ. രാക്ഷസരെല്ലാം ഉപേക്ഷിച്ചു പോയതു സൂക്ഷിപ്പതിനാരുമില്ലെന്നതും വന്നു. കാലവും ഒട്ടു ചെന്നൊരു ശേഷം പിതാപാരണം ചെയ്കന്നെൻ എനിക്കു നൽകിയിടിനാൻ. എന്നുടെ സോദരനായ ദശാനനൻ തന്നോടുകൂടി വസിക്കലുമാമടോ. സൗഖ്യമെന്നാലതു ഞങ്ങൾക്കിരുവർക്കും ആർക്കുമില്ലെന്നാൾ പരീഭവമാരോടും. നേരത്തു ചെന്നു വരുത്തിയിടവന് നീ ചാരത്തു കാൺമാൻ എനിക്കുമുണ്ടാഗ്രഹം. എന്തോ ദശാനന ഭാവം എന്നാലതിങ്ങന്തികെ വന്നു പറയുന്നതുണ്ടു ഞാൻ എന്നു പറഞ്ഞു നടന്നാൻ പ്രഹസ്തനും. അന്നു തന്നെ പുറപ്പെട്ടാൻ ധനേശനും. താതനെ കണ്ടു വന്ദിച്ചു ദശാനന ദൂതവാക്യങ്ങളശേഷമറിയിച്ചു. ചിന്തിച്ചരുൾ ചെയ്യുക വേണം എനിക്കിനി എന്തു നിലയെന്നു മറ്റില്ലൊരാശ്രയം. ചിന്തിച്ചരുൾ ചെയ്യുക വേണം എനിക്കിനി എന്തു നിലയെന്നു മറ്റില്ലൊരാശ്രയം.